ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 6, എപ്പിഫനി അഥവാ ദനഹ തിരുനാൾ. ക്രിസ്തുവിൻ്റെ ജനനം ആദ്യമായി വെളിപ്പെടുത്തപ്പെട്ടത് ദരിദ്രരായ ആട്ടിടയന്മാർക്കും രണ്ടാമതായി വെളിപ്പെടുത്തിപ്പെട്ടത് ഗോസ്പർ, ബാൽത്തസാർ, മെൽക്കിയോർ എന്നീ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള രാജാക്കന്മാർക്കുമാണ്. യഹൂദർക്ക് മാത്രമല്ല, സകല ജനത്തിൻ്റെയും രക്ഷകനായി ജനിച്ച യേശുവിൻ്റെ പ്രത്യക്ഷീകരണവും വെളിപ്പെടുത്തുന്നുള്ളൂ. എപ്പിഫനി അഥവാ ദനഹ എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ എന്നാണ് അർത്ഥം. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള വിജ്ഞാനികൾ ഹെറോദോസിന്റെ കൊട്ടാരത്തിലെത്തി യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കുന്നതും രാജാവ് പരിഭ്രമിച്ച് പ്രധാന ആചാര്യന്മാരെയും നിയമജ്ഞരെയും വിളിച്ച് ചോദിക്കുമ്പോൾ രക്ഷകൻ ബത്ലഹേമിൽ ജനിച്ചെന്നറിയുന്നതും ഹെറോദോസ് ഭയന്നു വിറയ്ക്കുന്നു. രാജാക്കന്മാർ നക്ഷത്രം കാട്ടിയ വഴിയെ നടന്ന് പുൽക്കൂട്ടിൽ ശിശുവിനെ കണ്ടു. സാഷ്ടാംഗം വീണ് സ്വർണവും കുന്തുരുക്കവും നറും പശയും കാഴ്ചവെച്ച് വണങ്ങി. ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും, ഈശോയുടെ രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടത്തെ കൽപ്പനകൾ അനുസരിക്കാനും, ഈശോയുടെ മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടത്തോട് സഹിക്കാനും ഈ പ്രത്യക്ഷീകരണ തിരുനാൾ കാരണമാകട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.